അപ്പൊ എന്റെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എക്കണോമിക്സ് ഏരിയ നോക്കാം, എക്കണോമിക്സ് ഏരിയ എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം ആൻഡ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാമോ? ജസ്റ്റ് സെക്കൻഡ്. യെസ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. യെസ്, ഈ പറഞ്ഞ പോലെ എക്കണോമിക്സ് ഭാഗം എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 30 മാർക്സ്, ഇപ്പോഴത്തെ സിലബസ് പ്രകാരം നമുക്ക് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാം. മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 30 മാർക്സ് ആണ്. ഓക്കെ, ഇനി ഇക്കണോമിക്സിനെ തന്നെ 3 പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് ഇക്കണോമിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിലെ മൊഡ്യൂൾസ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ജനറൽ ഇക്കണോമിക്സിൽ നിന്നുള്ള കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ 30 മാർക്സ് ആണ് ഓവറോൾ ഇക്കണോമിക്സിൽ നിന്ന് വരുന്ന. അതിൽ പാർട്ട് 1 ജനറൽ ഇക്കണോമിക്സിൽ നിന്ന് 10 മാർക്കാണ് ഉള്ളത്. അടുത്തത് ഇക്കണോമെട്രിക്സ്. സെക്കൻഡ് പാർട്ട് ഇസ് ഇക്കണോമെട്രിക്സ്, വെർ അഗൈൻ 10 മാർക്സ് ആർ ഡിവോട്ടഡ്. ഓക്കെ, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 10 മാർക്കാണ് വീണ്ടും ഡിവോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഒരു ഓവറോൾ ഐഡിയ തരാം, സിലബസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ പറയുന്ന ജനറൽ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് 6ഓളം വരുന്ന യൂണിറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഈ 6 യൂണിറ്റ്സ്, ഈ 6 യൂണിറ്റ് ആണത്. ഓക്കെ, നാഷണൽ ഇൻകം ആൻഡ് BOP എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ നമുക്ക് എന്തുണ്ട്, വീണ്ടും കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഓക്കെ, സോ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് കാണാനായിട്ട് പറ്റും, ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. പക്ഷെ എന്താണ്, മാർക്ക് വെച്ച് നമുക്ക് അതിനെ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. യൂഷ്വലി ഇപ്പൊ നമ്മൾ 2 മാർക്കിന് ഉള്ളതാണെങ്കിൽ ഒരുപാട് സമയം കളയണ്ട എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. കാരണം ഓരോ മൊഡ്യൂളിൽ നിന്ന് ഏകദേശം 2 and 1 മാർക്ക് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ പറയുന്ന എക്കണോമിക്സ് ആണെങ്കിലും ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും എല്ലാവർക്കും വേറെ ഡിസിപ്ലിനിൽ ഉള്ളവരാണെങ്കിൽ കൂടി, കൊമേഴ്സ്, സ്റ്റാറ്റി, മാത്സ് ഉള്ളവർ, ബാക്കിയുള്ള ഡിസിപ്ലിൻസിൽ നിന്നുള്ളവർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ജനറൽ എക്കണോമിക്സ് ആൻഡ് ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമെട്രിക്സ് പറയുമ്പോഴാണ് അതിൽ കുറച്ചുകൂടി നമുക്ക് മാത്തമെറ്റിക്കലി സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണ്. എസ്പെഷ്യലി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, റിസർച്ച് ഓഫീസർ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം അറ്റൻഡ് ചെയ്തവരുണ്ടോ ഈ കൂട്ടത്തില്? ഒന്ന് ജസ്റ്റ് ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇനി അതല്ലാത്ത എക്കണോമിക് സ്കോർ ആയിട്ട് വരുന്ന ഏതെങ്കിലും എക്സാംസ് അറ്റൻഡ് ചെയ്തവരുണ്ടോ? എനിക്ക് ജസ്റ്റ് ഒന്ന് എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ളവര് ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അധികം നോ ആണ് വന്നിട്ടുള്ളത്. ഒരാൾ മാത്രം, ലിയാന ഫാത്തിമ മാത്രമാണ് യെസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്ര അങ്ങോട്ട് പരിചയം ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ ഉള്ളവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്ക് വിഷ്ണു സാറ് പറഞ്ഞ പോലെ എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം വി ഹാവ് ഇനഫ് ടൈം. സോ ഡേ 1 തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇനി വേറെ ഒരു എക്സാം എഴുതിയിട്ടില്ല, അപ്പൊ എനിക്ക് ടഫ് ആവുമല്ലോ അങ്ങനെയും വിചാരിക്കേണ്ട. കാരണം നമ്മൾ PG വരെ പഠിച്ച ആളുകളാണ് അല്ലെ. സോ ഡിഗ്രിയും PGയും പഠിച്ചവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇക്കണോമിക്സുകാർക്ക് എന്തായാലും ഓക്കെ ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല when they start early.
ഓക്കെ, സോ പറയാനുള്ളത് നാഷണൽ ഇൻകം ആൻഡ് POP ആണ് ഫസ്റ്റ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നാഷണൽ ഇൻകം എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, അതിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, മെഷർമെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ നാഷണൽ ഇൻകത്തിലേക്ക് ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ, പിന്നെ BOPന്റെ സ്ട്രക്ചർ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക. അടുത്തത് പോവർട്ടി, ഇനീക്വാലിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. എല്ലാ മൊഡ്യൂളിൽ നിന്നും 2 and 1 മാർക്ക്, മാക്സിമം ഒരു മൊഡ്യൂളിൽ നിന്ന് 5 വരുന്നുണ്ട്, ബാക്കിയെല്ലാം 2 and 1 മാർക്സ് തന്നെയാണ്. അപ്പം പോവർട്ടി, ഇനീക്വാലിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എങ്ങനെയാണ് പോവർട്ടി മെഷർ ചെയ്യുന്നത്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇനീക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സ് ഏതൊക്കെയാണ്, പിന്നെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്തത് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഗെയിം തിയറി, 1 മാർക്ക് ഉള്ളൂ. ദാറ്റ് ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ആപ്ലിക്കേഷൻ, പിന്നെ കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ് എന്നൊക്കെ പറയുന്ന ഏരിയാസ് ആണ് അതിൽ നമുക്ക് കവർ ചെയ്യാനുള്ള. പിന്നെ ഗെയിം തിയറി. അടുത്തതാണ് ഗവൺമെന്റ് ആൻഡ് ഫോംസ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾസോ 2 മാർക്സ് ആണ്. ഇപ്പൊ ഗവൺമെന്റ് റോൾ ഇൻ മാർക്കറ്റ് എന്താണ്, അതായത് അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാറുണ്ട്. പിന്നെ മാർക്കറ്റ് ഫെയിലിയർ, പിന്നെ ടാക്സിന്റെ കാനൺസ് എന്തൊക്കെയാണ്. ടാക്സ് ഒക്കെ എസ്പെഷ്യലി കൊമേഴ്സുകാർക്കൊക്കെ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. ടാക്സ്, GST, ടാക്സ് റിഫോംസ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കും. പിന്നെ ഫിസ്ക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റ്. ഓക്കെ, ഫിസ്ക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റ് 1 മാർക്കിനുണ്ട്. പിന്നെ അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഫ്രഷേഴ്സ് ആണെങ്കിൽ കൂടി തീരെ പരിചയമില്ലാത്ത, എക്സാംസ് എഴുതി പരിചയമില്ലാത്തവർക്കും പഠിക്കാം. ഇനി എഴുതിയവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, റിസർച്ച് ഓഫീസർ ആയിക്കോട്ടെ, ആ എക്സാമിനും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് പാർട്ട് 2. സോ മൊത്തം നമുക്ക് പാർട്ട് 1 10 മാർക്സ് ആണ്. അടുത്തതാണ് പാർട്ട് 2 ആണ്. ഓക്കെ, പാർട്ട് 2 എന്ന് പറയുമ്പോൾ വി ഹാവ് ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമെട്രിക്സ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമെട്രിക്സ്, പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ F ടെസ്റ്റ്, T ടെസ്റ്റ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ, അനോവ, അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കും. ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമെട്രിക്സിൽ വരുന്നത് റിഗ്രഷൻ, പിന്നെ OLS, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയും, പിന്നെ ഗോസ് മാർക്കോവ് തിയറം, അങ്ങനെ ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ബേസിക് ആയിട്ട് എക്കണോമെട്രിക്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എക്സാമിനുള്ളത്. പിന്നെ അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മോഡൽ, CLRMുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽസ്, പിന്നെ ടൈം സീരീസ് എക്കണോമെട്രിക്സ്, പാനൽ ഡാറ്റ, ഇത്രയും കാര്യങ്ങളാണ് എക്കണോമെട്രിക്സിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ തേർഡ് പാർട്ടാണ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ഇതുവരെ നമുക്ക് 2 and 1 മാർക്സ് ആയിരുന്നു. പക്ഷെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എത്തിക്കഴിഞ്ഞപ്പോൾ 5, 2 and 3 മാർക്സ്, കുറച്ചും കൂടി കൂടുതൽ 5 മാർക്സും ഉണ്ട്, അതുപോലെ 3 മാർക്സിൽ നിന്നുള്ളതും ഉണ്ട്. ഓക്കെ, ഈ 5 മാർക്സ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പം നിങ്ങൾ ടെൻഷൻ ആവാനുള്ളതൊന്നുമില്ല. നമുക്ക് കുറച്ച് മടിയുള്ള ഒരു കാര്യമാണ് ഡാറ്റ പഠിക്കുക എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ചൊരു മടി വരുന്ന കാര്യം, കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ വൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിക്കും എന്നുള്ള ലൈക്ക് ടഫ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ അങ്ങനെയൊന്നും വരാനില്ല. നേരെ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാന്നുള്ളതാണ്. ഇപ്പൊ പഠിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഫസ്റ്റ് പാർട്ട്, അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, ഇക്കോണമിയിലുള്ള മാൻ പവർ, പ്രൈസ്, ഫോറിൻ ട്രേഡ്, എംപ്ലോയ്മെന്റ്, നാഷണൽ ഇൻകം, എക്സ്പെൻഡിച്ചർ, അതിന്റെയൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. പിന്നെ വരുന്നതാണ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കാറുണ്ട് ഇത്തരം എക്സാമിന്. പക്ഷെ നമ്മൾ സിലബസിൽ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് സിലബസിൽ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഇക്കണോമിക്സ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ കുറച്ച് നോക്കിപ്പോ. പക്ഷെ അങ്ങനെ നമുക്ക് എന്തൊക്കെ നോക്കണം എന്നുള്ളൊരു ഡൗട്ട് വരും, അല്ലെങ്കിൽ അതൊരു ഭാരമായി തോന്നും.
പക്ഷെ സിലബസിൽ തന്നെ വളരെ ഡയറക്റ്റ് ആയി കൊടുത്തത് കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോവാന്നുള്ളതാണ്. ബിക്കോസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന യൂണിറ്റിൽ വരുന്നത് തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അത് കഴിഞ്ഞാൽ ഡിഫറെന്റ് സെക്കൻഡറി ഡേറ്റ സോഴ്സസ് ഉണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ദാറ്റ് ഇസ് NSSO, പിന്നെ സെൻസസ്, NFHS, PLFS, പിന്നെ RBI സ്റ്റാറ്റിസ്റ്റിക്സ്, EPWRF എന്ന് പറയും, ദാറ്റ് ഇസ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി റിസർച്ച് ഫോർ ഫൗണ്ടേഷൻ എന്നാണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. EPWRF എന്ന് പറയുന്നത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി റിസർച്ച് ഫൗണ്ടേഷൻ. സോ അത്തരം സെക്കൻഡറി ഡേറ്റ സോഴ്സസിൽ നിന്നുള്ള ഡേറ്റ പഠിച്ചു പോവാന്നുള്ളതാണ്. ഓക്കെ, സോ ഇതെപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഇപ്പോഴേ പഠിക്കുന്നതിന് പകരം കുറച്ച് ലാസ്റ്റിലേക്ക്, എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ട്, ലാസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ 2 days ബിഫോർ ദ എക്സാം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ലൈക്ക് ഡേറ്റ് ഒക്കെ വന്നിട്ട്, ബിക്കോസ് ഒരുപാട് റിപ്പോർട്ട്സ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ നിൽക്കും. ഓക്കെ, സോ ബിഫോർ ദ എക്സാം ഏത് റിപ്പോർട്ടാണോ വന്നത്, ഇപ്പൊ NFHS എന്ന് പറയുമ്പോൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 6th റൗണ്ട് ഓഫ് NFHS സർവേ പബ്ലിഷ് ചെയ്തു. സോ എക്സാമിന് മുന്നേ ലേറ്റസ്റ്റ് NFHS വരുന്നുണ്ടോ, PLFS വരുന്നുണ്ടോ, അത് നോക്കി അപ്ഡേറ്റ് ആയി പോവാ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സും ഇന്ത്യന്റെയും കേരളത്തിന്റെയൊക്കെ പൊസിഷൻസും നോക്കി പോവാന്നുള്ളതാണ്. സോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചൊരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ തോന്നുമെങ്കിലും ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് സിലബസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ടിപ്സും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് വാട്ട് ആർ ദ ടിപ്സ് ഓർ സ്ട്രാറ്റജീസ് ടു ക്വാളിഫൈ ദിസ് എക്സാം. ദ ഫസ്റ്റ് ടിപ്പ് ഇസ് ഡോണ്ട് സ്റ്റഡി എവറിത്തിങ് ഈക്വലി. എല്ലാം പഠിച്ചു പോകണം എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നേരത്തെ സാറ് ടോപ്പ് 10 റാങ്കിൽ വരുന്ന ആളുകളുടെ മാർക്ക് കാണിച്ചിരുന്നു, റൈറ്റ്? മാർക്സ് കാണിച്ചു എന്ന് അവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ എല്ലാം കംപ്ലീറ്റ്ലി ഒരു ടോപ്പിക് പോലും വിടാതെ പഠിച്ചു എന്ന് ആരും പറയില്ല. ബിക്കോസ് അങ്ങനെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രയോറിറ്റൈസ് ദ ടോപ്പിക് ദാറ്റ് റിപ്പീറ്റഡ്ലി അപ്പിയർ. ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് റിപ്പീറ്റഡ്ലി അപ്പിയർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മാർക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞു 5 മാർക്കാണ് മാക്സിമം. അപ്പൊ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വൈസ് സ്കിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഏതിനാണോ സ്ട്രോങ്, ഇപ്പൊ എക്കണോമിക്സിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ഡിസിപ്ലിൻ, മാത്സ് ഡിസിപ്ലിൻ ആണെങ്കിൽ ആദ്യം മാത്സ് സ്ട്രോങ് ആക്കാം, അവരുടെ ഏരിയ സ്ട്രോങ് ആക്കി വെക്കാം. എങ്ങനെയൊക്കെ ചോദിച്ചാലും എനിക്ക് ആ മാർക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്താം. എന്നിട്ട് ബാക്കി പഠിക്കാൻ പറ്റുന്നതും കൂടി ഏരിയാസ് പഠിച്ചെടുക്കാന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് ടിപ്പ് ഇസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ഓക്കെ, നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻസ് ആദ്യം ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അല്ല, ഫ്രം ദ ഡേ 1 itself you have to start solving പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നേ ഞാൻ പറയും. ഓക്കെ, പഠനത്തോടൊപ്പം തന്നെ ഡെയിലി കുറച്ച് സമയം PYQs സോൾവ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ബിക്കോസ് ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ ഏരിയ സ്ട്രോങ് ആക്കും, പാറ്റേൺ അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നല്ല പഠിച്ചു പോയ കുട്ടികളും പേപ്പർ കണ്ട് ഈസി ആണെന്ന് വരെ പറഞ്ഞിട്ട് പറയാറ് ടൈം മാനേജ്മെന്റ് വാസ് ഡിഫിക്കൾട്ട് എന്നുള്ളതാണ്. സോ അതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അടുത്തത് റിവൈസ് ഇൻ ഷോർട്ട് സൈക്കിൾസ്. നിങ്ങൾ എത്ര പഠിച്ചു പോയിട്ടും കാര്യമില്ല, യു ഹാവ് ടു റിവൈസ്. മറക്കും, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും മറക്കും. ഓക്കെ, അത് നമ്മൾ ആരുടെയും കുറ്റമല്ല. ദ തിങ് വി ക്യാൻ ഡു ഇസ് റിവൈസ് ചെയ്യുക ഷോർട്ട് സൈക്കിൾ ആയിട്ട്. വീക്ക്ലി റിവിഷൻ, ഒരു വീക്ക് പഠിച്ചത് ചെയ്യാം, ഒരു മന്ത് പഠിച്ചത് ചെയ്യാം, ആൻഡ് കംപ്ലീറ്റ്ലി ഒരു ഫൈനൽ റിവിഷൻ നടത്താം. റിവിഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ അത് സ്കിപ്പ് ചെയ്യാതെ നിൽക്കാം. ഓക്കെ, ഒരു വെരി ലോങ് റിവിഷനേക്കാളും നല്ലത് ഷോർട്ട് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ബിൽഡ് ദ കോൺസെപ്ച്വൽ ക്ലാരിറ്റി. ഞാൻ പറഞ്ഞു PYQ ചെയ്യണം, റിവൈസ് ചെയ്യണം, അതോടൊപ്പം നിങ്ങൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിൻ വൺ സോഴ്സ്. ഒരുപാട് ബുക്സ് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സോഴ്സസ്, ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തെന്ന് വെച്ച് ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്നില്ല. നേരെ മറിച്ച് സ്റ്റിക്ക് ടു എനി വൺ സോഴ്സ്, എനി വൺ ബെറ്റർ സോഴ്സ് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അടുത്തത് കറന്റ് അഫയേഴ്സ് ആസ് പെർ ദ സിലബസ് എന്ന് ഞാൻ കൊടുക്കാൻ കാരണം സിലബസിൽ തന്നെ കറന്റ് അഫയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. പ്രിപ്പയർ ദ കറന്റ് ഇക്കണോമിക് അപ്ഡേറ്റ് സെലക്ടീവ്ലി ആസ് പെർ ദ സിലബസ്. ഫോക്കസ് ഓൺ ദ മേജർ ഡെവലപ്മെന്റ് ആൻഡ്
ടു നോട്ട് ഓൺ ദ ഡെയിലി ന്യൂസ് ഓവർലോഡ്. ന്യൂസിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം പഠിച്ചെടുക്കാം, അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം സിലബസ് പ്രകാരം കറന്റ് ഇക്കണോമിക് അപ്ഡേറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഓക്കെ ഡിയാസ്, ഇത്രയുമാണ് എനിക്ക് എന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ഓൺ ഇക്കണോമിക്സ് കിട്ടി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് നൗ. And thank you.